morning students, welcome to our GS class. Today we are going to study class 5 GS chapter 6, the Earth satellites. Okay, this is your chapter 6. You take your text. We have learned in the earlier classes that satellite is an object that revolves around the Earth or other planet. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ, സാറ്റലൈറ്റ് ഈസ് ആൻ ഓബ്ജെക്റ്റ് ദാറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് ഓർ അതർ പ്ലാനറ്റ്. എർത്തിന് ചുറ്റുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാനറ്റിന് ചുറ്റും വലം വയ്ക്കുന്ന ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് രണ്ട് രീതിയിലുണ്ട്. നാച്ചുറൽ സാറ്റലൈറ്റും ഉണ്ട്, മാൻമെയ്ഡ് സാറ്റലൈറ്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ മൂൺ ഈസ് ദ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. നമ്മുടെ എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മൂണാണ്. സിമിലർലി മാൻമെയ്ഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓൾസോ ഓർബിറ്റ് ദ എർത്ത്. അല്ലെങ്കിൽ മാൻമെയ്ഡ് സാറ്റലൈറ്റും നമ്മുടെ എർത്തിനുണ്ട്. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് മൂണാണ്. ഓക്കെ, ദ മൂൺ. In the night sky, the moon shines bright. നമുക്കറിയാം, നമ്മൾ മൂണിനെ കാണുന്നത് നൈറ്റ് സ്കൈയിലാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. മൂണിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. ഇറ്റ് ഷൈൻസ് ബിക്കോസ് ഓഫ് ദ സൺലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. പിന്നെ ഇതെങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ഇറ്റ് ഷൈൻസ് ബിക്കോസ് ഓഫ് ദ സൺലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. നമ്മുടെ മൂണിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സൺലൈറ്റ് കാരണമാണ് മൂൺ പ്രകാശിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലോസർ ടു ദ എർത്ത് ആസ് കമ്പയർഡ് ടു ദ സൺ. സണ്ണിനെ അപേക്ഷിച്ച് മൂണെന്ന് പറയുന്നത് എർത്തിനോട് കുറച്ചുകൂടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ലുക്സ് ഓൾമോസ്റ്റ് ദ സെയിം സൈസ് ആസ് ദ സൺ വെൻ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് മച്ച് സ്മോളർ ദാൻ ദ സൺ. സണ്ണിനേക്കാൾ വളരെ ചെറുതാണ് മൂണ്. ഓക്കെ, നെക്സ്റ്റ്, ലാൻഡിംഗ് ഓൺ ദ മൂൺ. To travel the moon, you would need special vehicle called spacecraft. അതായത് മൂണിലേക്ക് പോകണമെങ്കിൽ ഒരു പ്രത്യേക വെഹിക്കിളുണ്ട്. ആ വെഹിക്കിളിന് പറയുന്ന പേരാണ് സ്പേസ് ക്രാഫ്റ്റ്. ഓക്കെ, അപ്പോളോ 11 വാസ് ദ സ്പേസ് ക്രാഫ്റ്റ് ദാറ്റ് ടുക്ക് നീൽ ആംസ്ട്രോങ്, മൈക്കൽ കോളിൻസ് ആൻഡ് എഡ്വിൻ ബസ് ആൾഡ്രിൻ ടു ദ മൂൺ ഫോർ ദ ഫസ്റ്റ് ടൈം. നീൽ ആംസ്ട്രോങ് മൂണിലേക്ക് പോയ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേരാണ് അപ്പോളോ 11. ഓക്കെ, അപ്പോളോ 11 വാസ് ദ സ്പേസ് ക്രാഫ്റ്റ് ദാറ്റ് യൂസ് നീൽ ആംസ്ട്രോങ്. അപ്പോളോ 11 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിലാണ് നീൽ ആംസ്ട്രോങ് കൂടെ എഡ്വിൻ ആൾഡ്രിനും പിന്നെ മൈക്കൽ കോളിൻസും മൂണിലേക്ക് പോയത്. ഓക്കെ, നീൽ ആംസ്ട്രോങ് became the first man to step on the moon on 12th July 1969. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയത് 12th July 1969 ആണ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് ആദ്യമായി പോയ സ്പേസ് ക്രാഫ്റ്റിന്റെ പേരാണ് അപ്പോളോ 11. ഓക്കെ, okay, as he stepped on the moon's surface, he said, "One small step for man, one giant leap for mankind." Okay, Buzz Aldrin also joined Armstrong on the moon, and together they spent some time on the moon's surface. They performed a number of experiments and collected rocks and soil to bring back to the earth. അതായത് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുവെച്ച് കഴിഞ്ഞ് ആദ്യം പറഞ്ഞ വാക്കുകളാണ് വൺ സ്മോൾ സ്റ്റെപ്പ് ഫോർ മാൻ, വൺ ജെയിൻ ലീപ്പ് ഫോർ മാൻകൈൻഡ്. അദ്ദേഹത്തിൻ്റെ കൂടെ
എഡ്വിൻ ആൽഡ്രിനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മൂണിൽ ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് റോക്സും സോയിലും ഒക്കെ കളക്ട് ചെയ്താണ് തിരികെ നമ്മുടെ എർത്തിലേക്ക് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സർഫസ് ഓഫ് ദ മൂൺ ലൈക്ക്? മൂണിൻ്റെ സർഫസ് എങ്ങനെയാണ്? ക്യാൻ യു സീ ദ പിക്ചർ? ദ സർഫസ് ഓഫ് ദ മൂൺ ഈസ് കവേർഡ് വിത്ത് ഡസ്റ്റ്. ഓക്കെ, അതായത് മൂണിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പൊടിപടലങ്ങൾ നിറഞ്ഞതാണ്. ദ മൂൺ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വേരിയസ് കൈൻഡ് ഓഫ് റോക്സ്. ദ റോക്സ് ആർ വെരി സിമിലർ ടു ദ റോക്സ് ഫൗണ്ട് ഓൺ ദ എർത്ത്. അതായത് നമ്മുടെ മൂണിൽ കാണുന്ന റോക്സ് നമ്മുടെ എർത്തിലുള്ള റോക്സിനോട് സിമിലാരിറ്റീസ് ഉണ്ട്. There are also cavities on the moon. These cavities are called craters. അതായത് മൂണിൽ ഒരുപാട് ഗർത്തങ്ങൾ അല്ലെ കുഴികളുണ്ട്. ഈ ക്യാവിറ്റീസിന് പറയുന്ന പേരാണ് ക്രേറ്റേഴ്സ്. ദ മൂൺ ഈസ് വെരി ക്വയറ്റ് പ്ലേസ്. മൂണെന്ന് പറയുന്നത് വളരെ ക്വയറ്റ് പ്ലേസ് ആണ്. ദർ ഈസ് നോ എയർ ഓർ വാട്ടർ ടു ഇറോഡ് ദ സർഫസ്. മൂണിൽ എയറും ഇല്ല വാട്ടറുമില്ല. Okay, so the surface of the moon is covered with dust. The cavities on the moon are called craters. It is very quiet place. There is no air or water. Okay. Next, why can we not live on the moon? എന്തുകൊണ്ടാണ് നമുക്ക് മൂണിൽ താമസിക്കാൻ പറ്റാത്തത്? ദ മൂൺ ഡസ് നോട്ട് ഹാവ് ആൻ അറ്റ്മോസ്ഫിയർ ലൈക്ക് എർത്ത്. എർത്തിലെ പോലെ ഒരു അറ്റ്മോസ്ഫിയർ മൂണിലില്ല. സോ ഇറ്റ് ഗെറ്റ് കോൾഡർ ആൻഡ് ഹോട്ടർ ദാൻ ഓൺ ദ എർത്ത്, മേക്കിംഗ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ലീവ് ഓൺ ദ മൂൺ. ദർ ഈസ് നോ ലൈഫ് ഓൺ ദ മൂൺ. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ തിങ്സ് വി നീഡ് ടു ലീവ്. അതായത് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല, അതുപോലെ തന്നെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊന്നും തന്നെ മൂണിലില്ലെന്നാണ് പറയുന്നത്. ദ മൂൺ ഡസ് നോട്ട് ഹാവ് വാട്ടർ ടു ഡ്രിങ്ക്. മൂണിൽ നമുക്ക് കുടിക്കാനായിട്ടുള്ള വാട്ടർ ഇല്ല. അതുപോലെ വി കനോട്ട് സർവൈവ് വിത്തൗട്ട് വാട്ടർ. വാട്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. വി ഓൾസോ നീഡ് ഓക്സിജൻ ടു ലീവ്. നമുക്ക് ജീവിക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ബട്ട് ആസ് ദ മൂൺ ഡസ് നോട്ട് ഹാവ് ആൻ അറ്റ്മോസ്ഫിയർ ദർ ഈസ് നോ ഓക്സിജൻ. മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ ഇല്ല. ഹാവ് യു സീൻ എനി ഫോട്ടോസ് ഓർ വീഡിയോസ് ഓഫ് ആസ്ട്രോനട്ട്? അതായത് ആസ്ട്രോനട്ട്സിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചന്ദ്രനിൽ പോകുന്ന ആൾക്കാരുടെ എങ്ങനെയുള്ള ഡ്രസ്സാണ് അവരിടുന്നത്? ദേ വിയർ സ്പെഷ്യൽ സ്യൂട്ട് ദാറ്റ് ഹാവ് ഓക്സിജൻ സിലിണ്ടേഴ്സ് അറ്റാച്ച്ഡ് ടു ദം. അതായത് അവരൊരു സ്പെഷ്യൽ സ്യൂട്ടാണ് ഇടുന്നത്, അതിലവർ ഓക്സിജൻ സിലിണ്ടറും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫേസസ് ഓഫ് ദ മൂൺ. ഓക്കെ, the moon does not have any light of its own. It gets the light from the sun. മൂണിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല, ഇതിന് ലൈറ്റ് കിട്ടുന്ന സണ്ണിൽ നിന്നാണ്. The face of the moon is the portion of the moon we can see from the earth. അതായത് മൂണിന് പല പല ഫേസ് ഉണ്ട്. ആ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എർത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന മൂണിൻ്റെ ഭാഗങ്ങളെയാണ് നമ്മൾ ഈ ഓരോ ഫേസ് ആയിട്ട് കാണുന്നത്. This is the portion that is lit up by the sun during full moon. We can see the entire moon. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം നമുക്ക് മൂണിനെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഡ്യൂറിങ് ദ ന്യൂ മൂൺ ഫേസ് വി കനോട്ട് സീ ദ മൂൺ അറ്റ് ഓൾ. ന്യൂ മൂൺ ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂണിനെ കാണാൻ പറ്റത്തേയില്ല. As the moon's orbits or circles around the earth, its face changes. So we can see the different shapes of the moon depending on how much of the lit up portion of the moon we can see. Okay, can you see the picture? This is a picture of the faces of the moon. മൂണിൻ്റെ പല പല ഫേസസിൻ്റെ പിക്ചറാണ് ആ കാണുന്നത്. അപ്പോൾ ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എൻറ്റയർ മൂണിനെ കാണാൻ പറ്റും. അതുപോലെ ന്യൂ മൂൺ ഫേസ് എന്ന് പറഞ്ഞാൽ വി കനോട്ട് സീ ദ മൂൺ. ഓക്കെ, so this much for today. We study well. We will meet in the next class. Bye.